നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പേരുകാരൻ. അതാരാണ്? മറ്റാരുമല്ല, നമ്മുടെ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനും ശ്രീ നാരായണ ഗുരുദേവന്റെ ഗുരുവുമായിരുന്ന തൈക്കാട് അയ്യ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ചരിത്രത്തിൽ ഒരു യുഗപുരുഷനായി വാഴ്ത്തപ്പെടുവാൻ മാത്രമുള്ള എത്രത്തോളം പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഒന്ന് തിരുവിതാംകൂറാണ്. ഈ തിരുവിതാംകൂറിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, തൈക്കാട് എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം, ആ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് തൈക്കാട് എന്ന് നമുക്കറിയാം. ആ തൈക്കാട് വന്നിരുന്നു കൊണ്ട് അയ്യാവഴി എന്ന മാർഗം പ്രചരിപ്പിച്ച വ്യക്തി അദ്ദേഹമാണ്. തൈക്കാട്ടിലെ അയ്യാവഴി പ്രചരിപ്പിച്ച വ്യക്തി എന്ന അർത്ഥത്തിൽ തൈക്കാട് അയ്യാസ്വാമികൾ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന വ്യക്തി. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ നമ്മൾ തൈക്കാട് അയ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയ്യാവഴി ആരുടേത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ചില ആളുകൾ അബദ്ധം കാണിക്കാറുണ്ട്. അയ്യാവഴി എന്ന് പറയുന്നത് അയ്യായുടെ വഴി. അപ്പോൾ അയ്യ എന്ന് വിളിക്കുന്നത് നമ്മുടെ തൈക്കാട് അയ്യയെ അല്ലേ എന്നോർത്ത് അയ്യാവഴി തൈക്കാട് അയ്യയുടേതാണ് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. തൈക്കാട് വന്നിരുന്ന് അയ്യാവഴി എന്ന ധർമ്മമാർഗം, നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെ മാർഗമായ അയ്യാവഴി പ്രചരിപ്പിച്ച വ്യക്തി ആയതിനാലാണ് തൈക്കാട് അയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ തൈക്കാട്ടെ പ്രദേശത്തുള്ള ആളുകളെ അയ്യാവഴിയിലേക്ക് നയിക്കുവാൻ വന്ന വ്യക്തിയായതിനാലാണ് ഇദ്ദേഹത്തെ ആളുകൾ തൈക്കാട് അയ്യ എന്ന് വിളിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പേര് തൈക്കാട് അയ്യ എന്നായിരുന്നു അല്ല. ഇദ്ദേഹം തൈക്കാട് അയ്യ എന്നുള്ള ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേരിലേക്കും പെരുമയിലേക്കും എത്തിച്ചേരുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്തായിരുന്നു എന്ന് അറിയണ്ടേ നമ്മൾ? ഇദ്ദേഹം ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമുക്കറിയണ്ടേ? ഇദ്ദേഹത്തിന് എങ്ങനെയാണ് സന്യാസം എന്ന് പറയുന്ന ആ ഒരു പാതയിലേക്ക് എത്തിപ്പെടുവാൻ ഇടയായ സംഭവം എന്ന് നമുക്കറിയണ്ടേ? ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഗുരുനാഥനായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുണ്ടോ എന്നറിയണ്ടേ? ഇദ്ദേഹം വൈകുണ്ഠസ്വാമി എന്നുള്ള ആചാര്യനല്ലാതെ മറ്റേതെങ്കിലും ആചാര്യന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണോ എന്നും നമ്മൾ അറിയേണ്ടതല്ലേ? അതെ. ഇദ്ദേഹം സാഹിത്യ സപര്യ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കൃതികൾ നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ അറിയേണ്ടുന്നതാണ്. ആ വക വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അതായത് തൈക്കാട് അയ്യ എന്ന ആ നാമധേയത്തിൽ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഇദ്ദേഹം തൈക്കാട് അയ്യ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നു നമുക്കറിയാം. അതിനു മുൻപ് ഇദ്ദേഹത്തിനൊരു ജീവിത ചക്രമുണ്ട്. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പൂർവ്വ ആശ്രമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ പൂർവാശ്രമത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളുണ്ട്. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് കന്യാകുമാരി ജില്ല. കന്യാകുമാരി ജില്ല എന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമാണ്. കന്യാകുമാരി ജില്ലയിൽ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേരാണ് നകലപുരം എന്നാണ് അറിയപ്പെടുന്നത്. നകലപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ നകലപുരത്ത് ജനിച്ചു എന്നാണ് അറിയേണ്ടുന്നത്. ഇദ്ദേഹം ജനിച്ചത് 1814 1814 അല്ലെ? തൈക്കാട് അയ്യ വാസ് ബോൺ ഇൻ ദ ഇയർ 1814 at നകലപുരം. നകലപുരം എവിടെയാണ്? കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ നകലപുരം എന്നുള്ള പ്രദേശത്ത് 1814 ആര് ജനിച്ചത്? തൈക്കാട് അയ്യ വാസ് ബോൺ ഇൻ ദ ഇയർ 1814 at നകലപുരം ഇൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എന്ന് നമ്മൾ പറയുന്നു അല്ലെ? അങ്ങനെ അദ്ദേഹം അവിടെ ജനിച്ചു. അപ്പോൾ ഇദ്ദേഹം ജനിച്ചപ്പോൾ നമ്മൾ ഓർക്കുക, ഇദ്ദേഹം അവിടുത്തുകാരനാണോ? യഥാർത്ഥത്തിൽ അല്ല. ഇദ്ദേഹം അവിടുത്തുകാരനല്ല. ഇദ്ദേഹത്തിന്റെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൂർവികർ എന്ന് പറയുന്ന ആൾക്കാരാരാണ്? ദേ വർ മൈഗ്രേറ്റഡ് ഫ്രം, എവിടുന്നാണ് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത്? ഫ്രം മലബാർ ടു കന്യാകുമാരി. മലബാറിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കുടിയേറപ്പെട്ട ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ ഡിസെൻഡൻസ്, പിന്മുറക്കാരനാണ് ആര്? നമ്മുടെ ഈ തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. അപ്പോൾ കവളപ്പാറ എന്നാണ് സ്ഥലത്തിന്റെ പേര്. നമുക്കറിയാം, കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ദുരന്തമെല്ലാം ഉണ്ടായപ്പോൾ ലോകമറിഞ്ഞ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ആ കവളപ്പാറ എന്ന സ്ഥലത്ത് നിന്നും മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ. എങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ മൈഗ്രേഷൻ സംഭവിച്ചതെന്നറിയണം അല്ലെ? 1750 ശേഷം 1800 വരെയുള്ള ഒരു 50 വർഷ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താന്റെ പിതാവായിരുന്ന ഹൈദരാലിയുടെയും മലബാറിലേക്കുള്ള പടയോട്ട കാലഘട്ടമാണ്. മലബാർ കീഴടക്കപ്പെട്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സ്വന്തം ജാതി പോലും പല ആളുകളും ജീവനെ ഭയന്ന് മാറി ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും എല്ലാം അനുയായികളായി മാറ്റപ്പെട്ടു.
എന്നാൽ തങ്ങളുടെ വിശ്വാസവും ജീവിത രീതിയും കൈവിടുവാൻ സാധിക്കാതെ വന്ന ഒരുപാട് ആളുകൾ അഭയം ചോദിച്ചുകൊണ്ട് മലബാറിൽ നിന്ന് കൊച്ചി രാജ്യത്തെത്തി. കൊച്ചി രാജ്യത്ത് അവർക്ക് അഭയം കിട്ടിയില്ല. കൊച്ചി രാജ്യവും കടന്ന് അവർ തിരുവിതാംകൂറിലെത്തി. തിരുവിതാംകൂർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മഹാരാജാവിന്റെ പേര് മാർത്താണ്ഡവർമ്മയുടെ പിന്മുറക്കാരനായി വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ തലമുടി നരച്ചതുകൊണ്ട് കിഴവൻ രാജാവെന്ന് വിളിച്ച് കളിയാക്കിയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ധർമ്മരാജാവ് എന്നാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഭിക്ഷ കൊടുക്കുന്ന ആ രീതിക്കാണ് നമ്മൾ ധർമ്മം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ധർമ്മം കൊടുത്ത രാജാവ് ഭിക്ഷ കൊടുത്തു. ആർക്ക്? മലബാറിൽ നിന്നും അഭയം ചോദിച്ചെത്തിയ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം അഭയം കൊടുത്തു. അങ്ങനെ മലബാറുകാരുടെ ജമീന്ദാർ എന്ന പേരിലും ജന്മി എന്ന പേരിലും ധർമ്മം കൊടുത്ത വ്യക്തി എന്ന പേരിലും അറിയപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം നമ്മൾ എന്ത് വിളിക്കുന്നത്? ധർമ്മരാജാവ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ധർമ്മരാജാവിന്റെ കാലഘട്ടത്തിൽ മലബാറിൽ നിന്നും കുടിയേറി തിരുവിതാംകൂറിലെത്തിയ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ പിറന്നയാളാണ് ആര്? നമ്മുടെ തൈക്കാട് അയ്യ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ പേര് തൈക്കാട് അയ്യ എന്നായിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? സുബ്രഹ്മണ്യം എന്നായിരുന്നു പേര്. സുബ്രഹ്മണ്യം എന്നുള്ള പേര് വിളിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആളുകൾ അത് വിളിച്ച് ചുരുക്കിക്കളഞ്ഞു. സുബ്ബരായൻ എന്നാക്കി കളഞ്ഞു, അല്ലെ? ഹിസ് ചൈൽഡ്ഹുഡ് നെയിം വാസ് സുബ്രഹ്മണ്യം. അപ്പൊ സുബ്രഹ്മണ്യം എന്നുള്ളൊരു ചൈൽഡ്ഹുഡ് നെയിം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അല്ലെ? നിക് നെയിം ആയിരുന്നു സുബ്ബരായൻ. സുബ്ബരായൻ വാസ് ഹിസ് നിക് നെയിം. അദ്ദേഹത്തിന്റെ നിക് നെയിം എന്ന് പറയുന്നത് സുബ്ബരായൻ എന്നായിരുന്നു. അപ്പൊ സുബ്ബരായന് ബാല്യകാലത്തിൽ തന്നെ അത്യാവശ്യം ചെറിയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു, അല്ലെ? അദ്ദേഹത്തിന് ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിന്റെ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഗുരുനാഥന്മാരുണ്ടായിരുന്നു. ആരെല്ലാമായിരുന്നു? ഒരാളുടെ പേരെന്താണ്? ചിട്ടി പരദേശി എന്നാ വിളിക്കുന്നത്. ചിട്ടി പരദേശി. മറ്റൊരാളുടെ പേര് സ്വാമി സച്ചിദാനന്ദ മഹാരാജ്. അപ്പൊ സ്വാമി സച്ചിദാനന്ദ മഹാരാജ് ആൻഡ് ചിട്ടി പരദേശി വേർ ഹിസ്, അല്ലെ, ചൈൽഡ്ഹുഡ് ട്രെയിനേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? കുട്ടിക്കാലത്തെ പരിശീലകന്മാരെന്ന പേരിൽ അറിയപ്പെട്ട ആൾക്കാരായിരുന്നു ചിട്ടി പരദേശിയും സ്വാമി സച്ചിദാനന്ദ മഹാരാജും. അങ്ങനെ ഇവരിൽ നിന്ന് അത്യാവശ്യം അറിവുകൾ സമ്പാദിച്ചു, വിദ്യ സമ്പാദിക്കുക മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരു രാജഭരണം നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ആയോധന കളരിയും കൂടി ആരംഭിച്ചു. നമ്മുടെ സുബ്രഹ്മണ്യൻ എന്ന സുബ്ബരായൻ അഭ്യസിച്ചു. അങ്ങനെ 18 അടവും പയറ്റി തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും കായിക പരീക്ഷയും എല്ലാം അറിയുന്ന ആളാണ്. അദ്ദേഹം തൊഴിൽ തേടി എന്ത് ചെയ്യുകയാണ്? വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അതിനു മുൻപ് ഒരു വിവാഹമൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ കുടുംബജീവിതം നയിച്ചതിന് ശേഷം സന്യാസത്തിലെത്തിയ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? ഈ പറയുന്ന നമ്മുടെ തൈക്കാട് അയ്യാസ്വാമികളെ വിശേഷിപ്പിക്കാം. അങ്ങനെ അദ്ദേഹം തൊഴിൽ തേടി എത്തുകയാണ്. സമർത്ഥനായിരുന്നതിനാൽ തിരുവിതാംകൂർ രാജ കുടുംബം തന്നെ ഇദ്ദേഹത്തിന് നേരിട്ട് തൊഴിൽ നൽകുകയാണ്. ചെറിയ പല ജോലികളിൽ ഏർപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൊടുത്തു. രാജകുടുംബത്തിന്റെ വിശ്വസ്തനായതിനാലാണ് ഇദ്ദേഹത്തിന് ആ ഒരു പദവി കിട്ടിയത്. ഹി വാസ് അപ്പോയിന്റഡ് ആസ് ദ ജയിൽ സൂപ്രണ്ടന്റ് ഓഫ് ശിങ്കാരത്തോപ്പ് ജയിൽ ഇൻ കന്യാകുമാരി, അല്ലെ? കന്യാകുമാരിയിലുള്ള ശിങ്കാരത്തോപ്പ് ജയിലിന്റെ ചുമതലക്കാരനായിട്ട് ഇദ്ദേഹത്തെ നിയമിക്കുകയാണ് ഉണ്ടായത്. കാരണം ശിങ്കാരത്തോപ്പ് ജയിലിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. രാജദ്രോഹ കുറ്റം അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്ന ആളുകളെ പാർപ്പിക്കുവാൻ കൊണ്ടുവരുന്ന ജയിലാണ് ശിങ്കാരത്തോപ്പ് ജയിൽ. അപ്പൊ രാജ്യദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെയോ രാജഭരണത്തെയോ വിമർശിക്കുക എന്ന കാര്യം എന്ന കൊടും പാതകം ചെയ്യുന്നവരെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ജയിലാണ് ഈ പറയുന്ന ശിങ്കാരത്തോപ്പ് ജയിൽ. അങ്ങനെ ശിങ്കാരത്തോപ്പ് ജയിലിൽ സൂപ്രണ്ടന്റ് ആയിട്ട് ആര് വാഴുകയാണ് ഇപ്പോൾ? നമ്മുടെ സുബ്ബരായൻ വാഴുകയാണ്. രാജാവിനെ വിമർശിക്കുന്ന ആൾക്കാരെ ഇടിച്ച് പദം വരുത്തുന്ന രാജാവിന്റെ വിശ്വസ്തൻ എന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ സുബ്ബരായൻ ഇപ്പോൾ. ഈ ഒരു കാലഘട്ടത്തിലാണ് 1837 അന്നത്തെ സൂപ്പർ ഹീറോ ആയിരുന്ന നാടാർ സമുദായത്തിന്റെ സമുന്നതനായ നേതാവായിരുന്ന നമ്മുടെ വൈകുണ്ഠസ്വാമി മഹാരാജാവിനെ വിമർശിച്ചൊരു വിശേഷണം കൊടുത്തത്. അനന്തപുരിയിലെ കറുത്ത നീചൻ, കടൽ കടന്നെത്തിയ വെളുത്ത ചെകുത്താന്റെ കിരാത ഭരണത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന അനന്തപുരിയിലെ കറുത്ത നീചനാണ് സ്വാതി തിരുനാളെന്ന് പറഞ്ഞു. ഇതിൽ പരം രാജ്യദ്രോഹം വേറെ വല്ലതുമുണ്ടോ? ഇല്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. 112ഓളം ദിവസങ്ങൾ ശിങ്കാരത്തോപ്പ് ജയിലിലേക്ക് അയച്ചു. രാജാവിനെ കരിംഭൂതം എന്ന് വിളിച്ചവനാണ്. വന്നപാടെ തന്നെ ഇരിച്ചകെട്ടത്ത് മാറി കൊടുത്തു നല്ല അടി. ആര്? നമ്മുടെ സുബ്ബരായൻ. അടികൊണ്ട് കരയാതെ പുഞ്ചിരിച്ചുകൊണ്ട് സുബ്ബരായനെ നോക്കി ചോദിച്ചു, ഇനിയും അടിക്കണോ? അടിച്ചോ എന്ന് പറഞ്ഞു. സുബ്ബരായൻ ഞെട്ടിപ്പോയി. പിന്നെ ദിവസേന മർദ്ദന മുറകൾ അഴിച്ചുവിട്ടിട്ടും വൈകുണ്ഠസ്വാമിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരോ കണ്ടത്തിൽ നിന്നോ ഒരു നിലവിളി ശബ്ദമോ ഉയരാതിരുന്നതിൽ എന്തുകൊണ്ട് എന്നൊരു ചിന്ത ആർക്കുണ്ടായി? നമ്മുടെ ഈ പറയുന്ന സുബ്ബരായനുണ്ടായി.
പതുക്കെ പതുക്കെ സുബ്ബരായൻ ഈ വൈകുണ്ഠസ്വാമിയുടെ ചരിത്രം അന്വേഷിച്ചു. വൈകുണ്ഠസ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. വൈകുണ്ഠസ്വാമിയുടെ വചനങ്ങൾ കേട്ടറിഞ്ഞ ആളുകളുമായി സമ്മതിച്ചു. അതോടുകൂടി വൈകുണ്ഠസ്വാമിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന രാജ്യദ്രോഹി എന്നുള്ളൊരു ഇമേജ് മാറുകയും ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കരുണാമയനായ ഒരു വ്യക്തി, ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന ചിന്ത വരികയും പതുക്കെ പതുക്കെ വൈകുണ്ഠസ്വാമിയോട് മാനസികമായിട്ടൊരു അടുപ്പം തോന്നുകയും ചെയ്തു. അങ്ങനെ മർദ്ദനത്തിന്റെ സമയം എന്ന് പറയുന്നത് പ്രഭാഷണത്തിന്റെയും സംവാദത്തിന്റെയും സമയമാക്കപ്പെട്ടു. കാലക്രമേണ വൈകുണ്ഠസ്വാമിയുടെ പ്രഭാഷണ പരമ്പരയിൽ അല്ലെങ്കിൽ സംവാദ ചാതുരിയിൽ ആര് ആകൃഷ്ടനായി? നമ്മുടെ സുബ്ബരായൻ ആകൃഷ്ടനായി. അങ്ങനെ ഇവരുടെ മർദ്ദന മുറികളും മർദ്ദന സമയവുമെല്ലാം വളരെ മികച്ച ആശയ സംഭാഷണങ്ങൾ കൊണ്ട് സമ്പന്നമാവുകയാണ് ഉണ്ടായത്. അതോടുകൂടി നമ്മുടെ സുബ്ബരായൻ തികച്ചും ഒരു ആരാധകനായി മാറ്റപ്പെട്ടു. അതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ഒരു കത്തയച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ വൈകുണ്ഠസ്വാമിയെ ജയിൽ മോചിതനാക്കുക എന്ന് പറയുന്ന ഒരു കൃത്യവും ആര് ചെയ്തു? നമ്മുടെ സുബ്ബരായൻ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുബ്ബരായൻ ഒരു അബദ്ധം മനസ്സിലായത്. എന്താണ്? നേരത്തെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ടെൻഷനോ ഉണ്ടാകാൻ നേരത്ത് നേരെ ജയിലറയ്ക്കുള്ളിൽ ചെന്നിട്ട് വൈകുണ്ഠസ്വാമിയെ വിളിച്ച് സംസാരിച്ച് ടെൻഷൻ മാറുമായിരുന്നു. പക്ഷെ ഇപ്പൊ ടെൻഷൻ വന്നാൽ സംസാരിക്കാൻ സ്വാമി അടുത്തില്ല. എവിടെ പോയി? സ്വാമി അങ്ങ് സ്വാമിത്വത്തിലിരിക്കുകയാണിപ്പോൾ, അല്ലെ? വൈകുണ്ഠസ്വാമി തിരികെ പോയില്ലേ? അപ്പോൾ സ്വാമിയെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുബ്ബരായൻ ആശ്രമത്തിൽ ചെല്ലണം. അങ്ങനെ ആശ്രമത്തിൽ നിരന്തരമായിട്ട് നമ്മുടെ വൈകുണ്ഠസ്വാമിയെ കാണാനായിട്ട് ചെല്ലുന്നു, വൈകുണ്ഠസ്വാമിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ചെയ്യുന്നു. വൈകുണ്ഠസ്വാമിയുടെ മാർഗമായ ധർമ്മത്തിന്റെ മാർഗം അഥവാ അയ്യാവഴിയിലേക്ക് ആകൃഷ്ടനായി എത്തുന്നു. അതോടുകൂടി ഈ അയ്യാവഴിയിലേക്ക് ആകൃഷ്ടനായിട്ടെത്തുന്ന നമ്മുടെ സുബ്ബരായനെ ആശ്രമത്തിലെ അന്തേവാസികൾ ബഹുമാന പുരസ്സരം ഒരു പേര് വിളിച്ചു. അതാണ് സൂപ്രണ്ട് അയ്യ. ജയിൽ സൂപ്രണ്ട് ആയിരിക്കുന്ന വ്യക്തി, അയ്യാമാർഗത്തിലേക്ക് എത്തിയ വ്യക്തി, അയ്യാവഴിയിലേക്ക് എത്തിയ വ്യക്തി. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എന്ത് പേര് വിശേഷിപ്പിച്ചത്? സൂപ്രണ്ട് അയ്യ. The disciples of വൈകുണ്ഠസ്വാമി called സുബ്ബരായൻ as സൂപ്രണ്ട് അയ്യ. അങ്ങനെയാണ് സൂപ്രണ്ട് അയ്യ എന്ന പേര് ആർക്ക് കിട്ടുന്നത്? നമ്മുടെ സുബ്ബരായന് കിട്ടുന്നത്. കാലാന്തരത്തിൽ സുബ്ബരായന് തോന്നുകയാണ് വരുന്നവരെയും പോണവരെയും പിടിച്ചടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന മർദ്ദന ഉപാധി എന്ന നിലയിലുള്ള ജയിൽ സൂപ്രണ്ടിന്റെ സ്ഥാനം തൽക്കാലം വേണ്ട, ഒരു ലോങ് ലീവ് എടുക്കുന്നു, പതുക്കെ പതുക്കെ സന്യാസത്തിലേക്ക് പോവുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന സുബ്ബരായൻ സന്യാസം സ്വീകരിക്കുകയാണ്. അങ്ങനെ സന്യാസം സ്വീകരിച്ചു. വൈകുണ്ഠസ്വാമി ഇദ്ദേഹത്തിന് സന്യാസ ദീക്ഷ നൽകി. സന്യാസ ദീക്ഷ നൽകുമ്പോൾ പഴയകാല ജീവിതം പൂർണ്ണമായിട്ടും മറക്കണം, പുതിയ ജീവിതത്തിലേക്ക് ആൾ എത്തിപ്പെടണം. അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു പുതിയ പേരും വേണം. അങ്ങനെ ഒരു പുതിയ പേര് സുബ്ബരായന് കിട്ടുകയാണ്. സുബ്ബരായന് കിട്ടിയ പേരെന്തായിരുന്നു? ആ പേരായിരുന്നു ശിവരാജയോഗി. അപ്പൊ ശിവരാജയോഗി എന്നുള്ള പേര് ആര് കൊടുത്തു? വൈകുണ്ഠസ്വാമി ഗിവൺ ദ നെയിം ശിവരാജയോഗി ടു സൂപ്രണ്ട് അയ്യ. എലിയാസ് ആരാണ്? സുബ്ബരായൻ. അപ്പൊ സുബ്ബരായനെ അഥവാ സൂപ്രണ്ട് അയ്യക്ക് ശിവരാജയോഗി എന്ന് പറയുന്ന പേര് കൊടുത്തത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അങ്ങനെ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനായിട്ട് മാറ്റപ്പെട്ടു. കുറെ കാലം വൈകുണ്ഠസ്വാമിയുടെ ആശ്രമത്തിൽ താമസിച്ചു. അതിനുശേഷം വൈകുണ്ഠസ്വാമിയുടെ അയ്യാവഴി എന്ന് പറയുന്നത് ആശ്രമത്തിൽ എത്തി വന്ന് കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് മാത്രം ലഭ്യമാകേണ്ടതല്ല. അയ്യാവഴി എന്ന് പറയുന്നത് ശിഷ്യഗണങ്ങൾ നാടെമ്പാട് നടന്ന് പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന ചിന്ത നമ്മുടെ സുബ്ബരായൻ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ സുബ്ബരായൻ പല പല പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വരേണ്യവർഗത്തിന്റെ അടുത്തേക്കല്ല അദ്ദേഹം പോയത്, അധസ്ഥിത വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്കാണ് പോയത്. അധസ്ഥിത വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. എങ്ങനെയുള്ള അഭ്യാസങ്ങൾ കൊടുത്തു? അറിവ് പകർന്നു കൊടുത്തു. പാഠശാലകൾ സ്ഥാപിച്ചുകൊണ്ട് അറിവുകൾ അദ്ദേഹം പകർന്നു കൊടുത്തു. മാത്രമല്ല ആയോധന കളകൾ അല്ലെങ്കിൽ ആയോധന കളരികൾ സ്ഥാപിച്ചുകൊണ്ട് അത് പകർന്നു കൊടുത്തു. മാത്രമല്ല മനസ്സിന് ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടുന്ന യോഗവിദ്യകൾ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അതിൽ പരമപ്രധാനമായ ഹഠയോഗം എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായിട്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് പകർന്നു കൊടുത്തത് കൊണ്ട് അദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ് ഹഠയോഗ ഉപദേഷ്ടാവ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഹഠയോഗ ഉപദേഷ്ടാവ് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സുബ്ബരായൻ. ദ അനദർ നെയിം ഓഫ് സുബ്ബരായർ, ദ അനദർ നെയിം ഓഫ് തൈകടയ വാസ് ഏതായിരുന്നു? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹഠയോഗ ഉപദേഷ്ട എന്നായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടിട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം അവിടെയുണ്ടോ? അതാരായിരുന്നു? അത് സവർണ വിഭാഗത്തിൽപ്പെട്ട മാടമ്പികളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ നമ്മുടെ സുബ്ബരായൻ ചെല്ലുന്നത് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകൾ അടുപ്പിക്കാത്ത, മാറ്റി നിർത്തപ്പെടുന്ന, അയിത്തം കൽപ്പിച്ച ജനതയുടെ അടുത്തേക്ക് ഇരുന്നിട്ടും അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുബ്ബരായനെ സവർണ വിഭാഗം കളിയാക്കി ഒരു പേര് വിളിച്ചു. ഒന്നല്ല, 2 പേര് വിളിച്ചു. അതിൽ ഒരു പേരായിരുന്നു പാണ്ടിപ്പറയൻ. അപ്പോൾ പാണ്ടിപ്പറയൻ എന്ന് വിളിച്ചു. മറ്റൊരു അധിക്ഷേപ സ്വരത്തിൽ വിളിച്ച പേരായിരുന്നു പണലിപ്പറയൻ. പണലിപ്പറയൻ.
അങ്ങനെ പാണ്ടിപ്പറയനെന്നും പണലിപ്പറയനെന്നും പരിഹസിക്കപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു ആര്? നമ്മുടെ സുബ്ബരായൻ എന്ന, സൂപ്രണ്ട് അയ്യ എന്ന, ശിവരാജ യോഗി എന്ന, ഹഠയോഗ ഉപദേഷ്ടാവെന്ന, പാണ്ടിപ്പറയൻ എന്ന, പണലിപ്പറയൻ എന്ന, സുബ്രഹ്മണ്യം എന്ന നമ്മുടെ തൈക്കാട് അയ്യ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പല പല പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ ഈ പറയുന്ന വചനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ നമ്മുടെ ഈ പറയുന്ന സുബ്ബരായനെ കാണണമെന്നൊരാഗ്രഹം തോന്നുകയാണ്. അങ്ങനെ അവർ അദ്ദേഹത്തെ തിരികെ വിളിക്കുകയാണ്. തിരികെ വിളിച്ചപ്പോൾ നമ്മുടെ സുബ്ബരായനെ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, രാജസന്നിധിയിൽ ചെല്ലാം. രാജസന്നിധിയിൽ ചെന്നുകൊണ്ട്, രാജാവിനും വേണ്ടതാണല്ലോ, കാരണം തിരുവിതാംകൂർ രാജകുടുംബത്തിനെ ഇദ്ദേഹത്തിന് കിട്ടിയ സന്യാസ ദീക്ഷയിലും അതേപോലെ തന്നെ ശിവരാജയോഗി എന്നുള്ള ആ ഒരു പേരിലും അതേപോലെ നാടൻപാടും ഇതെല്ലാം പ്രചരിപ്പിച്ച് നടക്കുന്നു കണ്ടപ്പോൾ അവർക്കും വലിയ താല്പര്യമെല്ലാം തോന്നി. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഗുരുസ്ഥാനത്ത് വന്നിരുന്നോളൂ എന്ന രീതിയിൽ രാജഗുരു എന്ന സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇരുത്തുകയാണ് ഉണ്ടായത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഏകദേശം ഒരുപാട് രാജാക്കന്മാർ അല്ലെ, സ്വാതി തിരുനാൾ ഭരിച്ചു, ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരിച്ചു, ഐല്യൻ തിരുനാൾ രാമവർമ്മ ഭരിച്ചു, ശ്രീമൂലം തിരുനാളും ഭരിച്ചു അല്ലെ. അങ്ങനെ 4ഓളം മഹാരാജാക്കന്മാർ ഭരിച്ചൊരു കാലഘട്ടമാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന തൈക്കാട് അയ്യയുടെ കാലഘട്ടം. ഈ രാജാക്കന്മാരെല്ലാവരും ഇദ്ദേഹത്തെ ഭയഭക്തി ബഹുമാനങ്ങൾ കൊടുത്ത് ഗുരുസ്ഥാനത്താണ് കണ്ടത്. അതുകൊണ്ട് രാജഗുരു എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതും മറക്കാൻ പാടില്ല. തിരുവിതാംകൂറിന്റെ രാജഗുരു എന്ന പേരിൽ അറിയപ്പെട്ടത് തൈക്കാട് അയ്യ തന്നെയാണ്. രാജഗുരുവിനെ അവർ വിളിച്ചപ്പോൾ രാജഗുരുവിന് വലിയ ചുമതലകളൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തി എങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ പരമപ്രധാനമായ ഒരു സ്ഥലമുണ്ടതാണ് അതിഥി മന്ദിരം എന്ന് പറയുന്നത്. അതിഥികൾ വരുമ്പോൾ ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ കാണുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് തിരുവിതാംകൂറിലെ മഹാരാജാവ് ഇദ്ദേഹത്തിന് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റ് റെസിഡൻസി, ആ തൈക്കാട് റെസിഡൻസിയുടെ മാനേജരായിട്ട് ആരെ നിയമിച്ചു? നമ്മുടെ സുബ്ബരായൻ എന്ന തൈക്കാട് അയ്യയെ നിയമിക്കുകയാണ്. അങ്ങനെ തൈക്കാട് റെസിഡൻസിയിൽ ഇരുന്നു കൊണ്ട്, ഗവൺമെന്റിന്റെ സർവീസിൽ ഇരുന്നു കൊണ്ട് അവിടെ എത്തുന്ന സാധാരണക്കാർക്കും അല്ലാത്തവർക്കുമെല്ലാം വൈകുണ്ഠസ്വാമിയുടെ ധർമ്മമാർഗം എന്നുള്ള അയ്യാവഴി പ്രചരിപ്പിച്ചത് കൊണ്ട് തൈക്കാട് വന്നിരുന്ന് അയ്യാവഴി പ്രചരിപ്പിച്ച ആൾ എന്ന അർത്ഥത്തിലാണ് ഇദ്ദേഹത്തിന് തൈക്കാട് അയ്യ എന്ന പേര് കിട്ടുന്നത്. അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തി, സംസ്കൃതം MA കരസ്ഥമാക്കിയ വ്യക്തി, ഒരു സംസ്കൃത നാടകമായ മനോന്മണീയം എന്ന നാടകം എഴുതിയ വ്യക്തി. ആ വ്യക്തിയുടെ പേരാണ് മനോന്മണീയം സുന്ദരം പിള്ള എന്ന് പറയും. ഹാർഗിപുരം ബംഗ്ലാവ് അല്ലെങ്കിൽ ഹാർഗിപുരം പാലസ് എന്ന് പറഞ്ഞൊരു കൊട്ടാരമാണ് മനോന്മണിയം സുന്ദരം പിള്ളയുടെ വീട്. ആ വീട്ടിലാണ് സ്വാമി വിവേകാനന്ദൻ വന്ന് താമസിച്ചിട്ടുള്ളത്. വിവേകാനന്ദ പാറയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒരു സ്റ്റേ സെന്റർ എന്ന് പറയുന്നത് ഹാർഗിപുരം പാലസ് ആയിരുന്നു നമുക്കറിയാം. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവെല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ച് എന്നതും നമുക്കറിവുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മനോന്മണിയം സുന്ദരം പിള്ളയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ചാല എന്നൊരു സ്ഥലമുണ്ട്. ആ തിരുവനന്തപുരം ജില്ലയിലെ ചാല എന്ന സ്ഥലത്ത് ഇദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. കടുത്ത ശിവഭക്തനായിരുന്ന ഇദ്ദേഹം സ്ഥാപിച്ച ആ ആരാധനാ കേന്ദ്രത്തിന്റെ പേരായിരുന്നു ശൈവ പ്രകാശ സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ചാലയിലെ ശൈവ പ്രകാശ സഭ 1840കളിലാണ്, 43 മറ്റോ ആണ് സ്ഥാപിച്ചതെന്നാണ് ഓർമ്മ. അപ്പൊ അങ്ങനെ 1843 ഇദ്ദേഹം ശൈവ പ്രകാശ സഭ എന്നൊരു സംഘടന ചാലയിൽ സ്ഥാപിച്ചു. ചാല നമുക്കറിയാം, ചാല പ്രധാനപ്പെട്ട ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ കിഴക്കേക്കോട്ടയിലേക്ക് പോകുമ്പോഴാണ് ഈ ചാല മാർക്കറ്റ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചാലയിൽ ശൈവപ്രകാശ സഭയൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തി ഇങ്ങനെ വാനോളം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ തേടി ഒരുപാട് ശിഷ്യഗണങ്ങൾ എത്തുകയാണ്. അത്തരത്തിൽ വന്ന പ്രധാനപ്പെട്ട ശിഷ്യഗണങ്ങളിൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു ശിഷ്യന്റെ പേരായിരുന്നു ചട്ടമ്പി സ്വാമികൾ, മറ്റൊരു ശിഷ്യന്റെ പേരായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ, മൂന്നാമത്തെ ശിഷ്യന്റെ പേരായിരുന്നു സാക്ഷാൽ അയ്യൻകാളി. ഈ സാക്ഷാൽ അയ്യൻകാളിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അയ്യൻകാളിയെ നമുക്കറിയാം, അയ്യൻകാളി പുലയ സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അയിത്തത്തിനും അനാചാരത്തിനും അനീതികൾക്കുമെതിരെ കായിക ബലത്തിന്റെയും ബുദ്ധിശക്തിയുടെയും അടിസ്ഥാനത്തിൽ പോരാടിയ വ്യക്തിയുമാണ് അയ്യൻകാളി. ഈ അയ്യൻകാളിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സമൂഹ ഭോജന പ്രക്രിയ, ഒരു മിശ്ര ഭോജനം എന്ന രീതിയിൽ ഒരു പ്രക്രിയ ആരാരംഭിച്ചു? നമ്മുടെ ഈ തൈക്കാട് അയ്യ ആരംഭിക്കുകയാണ്. അങ്ങനെ അയ്യൻകാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുലയ സമുദായത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെ ഒരു ധർമ്മം പ്രചരിപ്പിക്കുകയാണ്. വൈകുണ്ഠസ്വാമി സമപന്തി ഭോജനം എന്ന പേരിൽ നടത്തിയ സമൂഹ സന്ധ്യ തിരുവിതാംകൂറിൽ പന്തി ഭോജനം എന്ന പേരിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പന്തി ഭോജനം എന്ന പേരിൽ അയ്യൻകാളിയെ ചേർത്ത് നടപ്പിലാക്കിയ നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ തൈക്കാട് അയ്യ എന്ന് പറയുന്നത്.
അതേപോലെ നമ്മുടെ ചട്ടമ്പി സ്വാമികൾക്ക് ഹഠയോഗം എന്ന് പറയുന്ന വിദ്യയെല്ലാം ഉപദേശിച്ചു കൊടുത്ത ആളുമാര് തന്നെയാണ്, നമ്മുടെ തൈക്കാട് അയ്യ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞു കൊടുത്തു അല്ലെ. അത് എന്താണ്? താന്ത്രിക വിദ്യ, അതേപോലെ ആത്മീയത, ഇവ ബ്രാഹ്മണന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. ആത്മീയതയും താന്ത്രിക വിദ്യയും അറിയുന്ന ഏതൊരു വ്യക്തിക്കും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്താൻ സാധിക്കുമെന്നും ഈശ്വര ചൈതന്യത്തെ ശിലയിലേക്ക് ആവാഹിക്കുവാനും പൂജ നടത്തുവാനും സാധിക്കുമെന്നും പറഞ്ഞു പഠിപ്പിച്ചതാരാണ്? നമ്മുടെ ഈ തൈക്കാട് അയ്യ. ആ തൈക്കാട് അയ്യ നൽകിയ ആ പിന്തുണ, ആ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1888 തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറിൽ നിന്നും ഒരു ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള ഒരു ശില മുങ്ങിയെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അല്ലെ. ആദ്യമായിട്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചൊരു അവർണൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആര് വിശേഷിപ്പിക്കാം? ശ്രീനാരായണ ഗുരുദേവൻ വിശേഷിപ്പിക്കാം. അതൊക്കെ മുൻപ് അവർണക്ഷേത്രം ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്ഥാപിച്ചുവെങ്കിലും അല്ലെ, കല്ലിയൂർ മഠത്തിൽ വിശ്വനാഥൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു പൂജാരിയെ കൊണ്ടാണ് അതെല്ലാം നിർവഹിച്ചത്. നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ പിൻബലം കൊടുത്ത വ്യക്തി, ഇത്തരത്തിലുള്ള പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തുവാൻ പിൻബലം കൊടുത്ത വ്യക്തിയായതിനാലാണ് ഈ പറയുന്ന തൈക്കാട് അയ്യയെ നമ്മളൊരു പേര് വിളിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു എന്നർത്ഥത്തിൽ ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഗുരുവിന്റെ ഗുരുവെന്നും രാജഗുരുവെന്നും ഒക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ തൈക്കാട് അയ്യാസ്വാമികൾ എന്ന് പറയുന്നയാൾ. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്ന് പറയുന്നത് കേട്ടിരുന്നു പോകുന്ന തരത്തിലുള്ള പ്രഭാഷണമാണ്. അപ്പോൾ ഈ പ്രഭാഷകന്മാർ വന്ന് പ്രഭാഷണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സഭയുണ്ട്. അത് ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ അല്ലെങ്കിൽ മദ്രാസിലാണുള്ളത്. ഈ ചെന്നൈയിലെ അല്ലെങ്കിൽ മദ്രാസിലെ അഷ്ടപ്രധാൻ സഭ എന്ന സഭയിൽ ആദ്യമായിട്ട് പ്രഭാഷണം നടത്തിയ കേരളത്തിൽ നിന്നുള്ള നവോത്ഥാന നായകന്റെ പേര് ചോദിച്ചാൽ ആ പേരും മറ്റാരുടേതുമല്ല, അതും നമ്മുടെ ആരുടെ പേര് തന്നെയാണ്? തൈക്കാട് അയ്യാസ്വാമികളുടെ പേര് തന്നെയാണ്. ആ പേര് ഒന്ന് ഓർത്തേക്കുക. ഇതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ. അങ്ങനെ അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. കാശിയിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നടത്തിയ ആ കാശി യാത്രയെ കുറിച്ച് ഒരു കൃതി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേരായിരുന്നു എന്റെ കാശി യാത്ര എന്ന് പറഞ്ഞൊരു ട്രാവലോഗ്, ഒരു യാത്രാ വിവരണ പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. ഏത്? എന്റെ കാശി യാത്ര എന്ന് പറഞ്ഞൊരു ട്രാവലോഗ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഇനിയോ ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികളുണ്ട് അല്ലെ. പഴനി വൈഭവം. പഴനി വൈഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴനിയിൽ പോകുമ്പോൾ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു അനുഗ്രഹവും ചൈതന്യവും കണ്ട ഇദ്ദേഹത്തിന് തോന്നിയ പഴനിയിൽ വൈഭവം അല്ലെ, അത് പഴനി വൈഭവമാണെന്ന് തോന്നിയ അല്ലെ. പഴനി വൈഭവമുണ്ട്. പിന്നെ ബ്രഹ്മോത്തര കാണ്ഡം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്, ബ്രഹ്മോത്തര കാണ്ഡം. പഴനി വൈഭവം, ബ്രഹ്മോത്തര കാണ്ഡം, പിന്നെയോ രാമായണം പാട്ട്. അപ്പൊ രാമായണം പാട്ടെന്നും പഴനി വൈഭവം എന്നും ബ്രഹ്മോത്തര കാണ്ഡം എന്നും പറയുന്ന 3 പ്രധാനപ്പെട്ട കൃതികൾ. അതിനു പുറമെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവലോഗ് ഏതായിരുന്നു? എന്റെ കാശി യാത്ര എന്ന് പറഞ്ഞൊരു കൃതിയും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഈ തിരുവിതാംകൂറിലെ നവോത്ഥാന നായകനായി ഇദ്ദേഹം എന്ത് ചെയ്തു? വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരു വചനം നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു കുലം, ഒരു നീതി, ഒരു ലോകം, ഒരു ദൈവം എന്ന് പറയുന്ന ആ സിദ്ധാന്തം നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്നും ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട ഒരു സത്ത, വാറ്റിയെടുത്ത കാച്ചിക്കുറുക്കിയ സത്ത ഇദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങോട്ട് എടുത്തു. അതായിരുന്നു ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് അല്ലെ. ഇന്ത ഉലകത്തില് ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. അതാരുടെ വാക്കാണ്? അത് നമ്മുടെ തൈക്കാട് അയ്യയുടെ വാക്കാണ്. ഈ തൈക്കാട് അയ്യയുടെ വാക്കാണ് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന രീതിയിൽ മാറ്റം വരുത്തി ജനകീയമാക്കിയ സംഭവം എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ തൈക്കാട് അയ്യാ ഗുരുവിന്റെ സമാധി 1909 സംഭവിക്കുന്നത്. ഇദ്ദേഹം സമാധിയായി 1909 സമാധിയായി. ഇദ്ദേഹം സമാധിയായതിനു ശേഷം തിരുവിതാംകൂറിന്റെ ഭരണത്തിലെത്തിയ ഭരണാധികാരിയെ നമുക്കറിയാം. തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തൈക്കാട് അയ്യയുടെ പവന സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തൈക്കാട് അയ്യയുടെ സമാധി സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചത്. 1943 ഈ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചത്. ശിവക്ഷേത്രം സ്ഥാപിച്ചത് ആരാണ്? അത് ശ്രീ ചിത്തിര തിരുനാള് ബാലരാമ വർമ്മയാണ്. 1943 തൈക്കാട് അയ്യയുടെ സമാധി നടന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഈ തൈക്കാട് അയ്യായുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1984 അതായത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ്
ഈ തൈക്കാട് ഇലങ്കം നഗർ എന്നൊരു പ്രദേശം കേന്ദ്രമാക്കിയിട്ട് ഒരു സംഘടന പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ സംഘടനയുടെ പേരാണ് തൈക്കാട് അയ്യ മിഷൻ എന്നാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തൈക്കാട് അയ്യ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓർക്കുക, അദ്ദേഹം അറിയപ്പെട്ട പേരുകൾ അല്ലെ. ആ പേരുകൾ എന്തെല്ലാമായിരുന്നു? സുബ്രഹ്മണ്യൻ, സുബ്ബരായൻ, സൂപ്രണ്ട് അയ്യ, ശിവരാജയോഗി, ഹഠയോഗ ഉപദേഷ്ട, പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ, ഗുരുവിന്റെ ഗുരു, രാജഗുരു. ഓർക്കുക, ഏതൊക്കെ സന്ദർഭങ്ങളിൽ? ജനിച്ചപ്പോൾ സുബ്രഹ്മണ്യൻ, നാട്ടുകാർ വിളിച്ചത് സുബ്ബരായൻ. അയ്യാവാർഗ സ്വീകരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർ വിളിച്ചത് സൂപ്രണ്ട് അയ്യ. സന്യാസം സ്വീകരിച്ചപ്പോൾ വൈകുണ്ഠസ്വാമി കൊടുത്ത പേര് ശിവരാജയോഗി. അത് കഴിഞ്ഞ് എല്ലാവരെയും ഫ്രീ ആയിട്ട് ഹഠയോഗം പഠിപ്പിക്കാൻ പോയപ്പോൾ ഹഠയോഗ ഉപദേഷ്ട. സമൂഹം കളിയാക്കി വിളിച്ചവര് പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ. തിരുവിതാംകൂർ രാജാക്കന്മാർ വിളിച്ച് തൈക്കാട് റെസിഡൻസിയിൽ മാനേജരായി നിയമിച്ചവരുടെ ഗുരുസ്ഥാനം കൊടുത്തപ്പോൾ രാജഗുരു. അവിടെ ഇരുന്ന് അയ്യാവഴി പ്രചരിപ്പിച്ചപ്പോൾ തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന് ഉപദേശം കൊടുത്ത് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ ഗുരു. അങ്ങനെ എന്തെല്ലാം പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടു. മറ്റൊരു പ്രത്യേകത എന്താണ്? വിവാഹം കഴിച്ച അതിനുശേഷം സന്യാസം സ്വീകരിച്ച വ്യക്തി എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സംഘടന നോക്കിയാൽ 2 സംഘടനകളാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തെ ശൈവപ്രകാശ സഭ, മറ്റൊന്നോ 1984 സ്ഥാപിതമായ, ഇദ്ദേഹമല്ല സ്ഥാപിച്ചത്, പക്ഷെ സ്ഥാപിതമായത് ഇദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് നമ്മൾ പഠിക്കുവാണ്. ഏതാണ്? തൈക്കാട് അയ്യാ മിഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കൃതികൾ നോക്കിയാലോ, രാമായണം പാട്ട്, ബ്രഹ്മോത്തരകാന്ഡം, പഴനി വൈഭവം. യാത്രാവിവരണ പുസ്തകത്തെക്കുറിച്ച് നോക്കിയാലോ, അത് എന്റെ കാശിയാത്ര എന്ന് പറയുന്ന കൃതി. ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ നോക്കിയാലോ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി. ഇതിൽ അയ്യങ്കാളിയെ കൂട്ടിക്കൊണ്ട് പന്തിഭോജനം എന്നുള്ള മിശ്രഭോജനം നടത്തി. ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠ നടത്താൻ ഉപദേശിച്ചു കൊടുത്ത് ഗുരുവിന്റെ ഗുരു എന്ന പേര് സമ്പാദിച്ചു. ഹഠയോഗം പറഞ്ഞു കൊടുത്തത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അങ്ങനെ ചട്ടമ്പി സ്വാമി ഹഠയോഗം പഠിച്ച് ആ വഴി പോയി. ഇനി ഇദ്ദേഹത്തിന് അറിവ് പകർന്നു കൊടുത്ത ഗുരുക്കന്മാരെല്ലാമാണ്? ആദ്യകാലത്തെ ഗുരുക്കന്മാർ ചെട്ടിപ്പരദേശി, സ്വാമി സച്ചിദാനന്ദ മഹാരാജ്. മുതിർന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ട് ആര് വരുന്നത്? വൈകുണ്ഠസ്വാമി വരുന്നത്. ഇനി ഇദ്ദേഹം എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് അല്ലെ. ആദ്യം കളരി അഭ്യാസമായിട്ട് നടന്ന സമയത്ത് എന്താണ്, ഒരു ഫൈറ്ററുടെ ജോലി ചെയ്തത്. അതിനുശേഷം തിരുവിതാംകൂറിലെ ശിങ്കാരത്തോപ്പ് ജയിലിന്റെ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ തൈക്കാട് ഗവൺമെന്റ് റെസിഡൻസിയുടെ മാനേജരായിട്ട് വർക്ക് ചെയ്തു. ഇനി ഇദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ച് നോക്കിയാൽ അവർ മലബാറുകാരാണ്, കവളപ്പാറയിലുള്ള ആൾക്കാരാണ്. ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും ആക്രമണങ്ങൾ ഭയന്ന് തിരുവിതാംകൂറിൽ ധർമ്മരാജാവിന്റെ അഭയം വാങ്ങിക്കഴിഞ്ഞ ആൾക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കേണ്ടുന്നത്. നമ്മുടെ തൈക്കാട് അയ്യാസ്വാമികൾ എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രത്തോളമാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് കേൾക്കുന്ന സമയത്ത് കയ്യിലൊരു പേനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ടായിട്ട് കുറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.